സ്വന്തമായി നടക്കാൻ കഴിയാത്ത ഹാജിമാര്, രോഗികളായിട്ടുള്ള ഹാജിമാര്, പ്രായം ചെന്ന ഹാജിമാര്, അവർക്ക് അജ്ജമ്മമാരാണ്. നമ്മുടെ വിത്തോട്ട് പുറമെന്ന അജ്ജമാർ കൂടെ സഹായിക്കാനാവില്ലാത്ത ആളുകൾ KMCC-യുടെ നമ്മുടെ വളണ്ടിയർമാര് വീൽ ചെയറിൽ ചെന്നുകൊണ്ട് അവരെ ജംറാത്തിലേക്ക് കല്ലെറിയാൻ വേണ്ടി സഹായിക്കാണ്. അവരെ ഒരു നോക്ക് കാണാൻ വേണ്ടി ആഗ്രഹിച്ച് KMCC-യുടെ വളണ്ടിയർമാരോട് ആ വിഷമം പറഞ്ഞപ്പോ അവരെ വീൽ ചെയറിൽ തള്ളിയിട്ട് ജംറാത്തിൽ പോയി കല്ലെറിഞ്ഞ് തിരിച്ചു കൊണ്ടുവരുന്ന പ്രവർത്തനത്തിലാണ് ഇന്ന് KMCC-യുടെ വളണ്ടിയർമാരുള്ളത്. അവസാനമായി അവരിന്ന് മീന വിടുകയാണ്. ആ മീന വിടുന്ന സമയത്ത് അവരെ ജംറാത്തിൽ ഒന്ന് കൊണ്ടുപോയി അവർക്ക് സ്വന്തം കല്ലെറിയാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് 50ഓളം വരുന്ന വളണ്ടിയർമാർ 50ഓളം വരുന്ന വീൽ ചെയറുകളിൽ ജംറാത്തിലേക്ക് ഹാജിമാരെ കൊണ്ടുപോകുന്നത്. നിങ്ങളുടെ മുമ്പിലേക്ക് കാണുന്ന വളണ്ടിയർമാരൊക്കെ വനിതാ വിങ് അടക്കമുള്ള നമ്മുടെ വളണ്ടിയർമാർ ഹാജിമാരെ സഹായിക്കാൻ വേണ്ടി വന്നതാണ്. അവരൊക്കെ അവരുടെ ഓരോ പ്രവർത്തനങ്ങളുമായി ഈ 5 ദിവസമായി മിനയിലെ തമ്പിൽ ഹാജിമാർക്ക് കഞ്ഞി കൊടുക്കാനും ഹാജിമാരെ സഹായിക്കാനും വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവസാനം ഹാജിമാര് അവരുടെ താമസ സ്ഥലമായ നസീമിലേക്ക് പോകുന്നതിന് മുമ്പ് അവർ ജംറാത്തിൽ കൊണ്ടുപോയി ഒന്ന് കല്ലെറിഞ്ഞ് അവർക്ക് വേണ്ട ഒരു സഹായം ചെയ്യാന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമായ വിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്നുള്ള വലിയ ഒരു ആഗ്രഹ സഫലീകരണത്തിന് വിശുദ്ധ ഭൂമിയിലെത്തുകയും ഹജ്ജിന്റെ പുണ്യകർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് അവസാനത്തെ ഹജ്ജിന്റെ കർമ്മങ്ങളായ ജംറയിലെ കല്ലെറിയൽ കർമ്മം ഇന്നത്തെ 3ാമത്തെ ദിവസമാണ്. ഈ 3ാമത്തെ ദിവസം ഹജ്ജിന്റെ കർമ്മങ്ങൾ പരിസമാപ്തി കുറിക്കുന്ന ഈ സമയത്ത് കല്ലെറിയുന്നതിന് വേണ്ടി പോകാൻ കഴിയാത്ത നിരവധി ഹാജിമാര് KMCC-യുടെ വളണ്ടിയർമാർ വീൽ ചെയറിലെടുത്ത് ജംറയിലേക്ക് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ അപാരമായ കഴിവുകൊണ്ട് വിശുദ്ധ ഭൂമിയിലെത്തുകയും ഇതുവരെ ജംറ ഒന്ന് കാണാൻ സാധിക്കാതെ ബുദ്ധിമുട്ടിയ നിരവധി ഹാജിമാർ ഇത് മുഹറമില്ലാത്ത 35-ാം നമ്പർ തമ്പിൽ നിന്നാണ് പോകുന്നത്. ഇതിൽ മുഹറമില്ലാത്ത ഒട്ടനവധി ഹാജിമാരുണ്ട്. ഈ മുഹറമില്ലാത്ത ഹാജിമാരെയാണ് കൂടുതൽ വിവിധ ആശുപത്രികളിൽ നിന്നും വിവിധ പരിക്കുകൾ പറ്റി ആശുപത്രിയിൽ അഡ്മിറ്റായ ഒരുപാട് ഹാജിമാരെയാണ് കൊണ്ട് നമ്മുടെ വളണ്ടിയർമാർ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് അവസാനത്തെ ഹജ്ജിന്റെ കർമ്മമായ കല്ലെറിയൽ കർമ്മമാണ് നടക്കുന്നത്. ആ കർമ്മം നടത്തുന്നതിന് വേണ്ടി സ്വന്തമായി പരസഹായമില്ലാതെ പോകാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന ഹാജിമാരെ കൊണ്ടുപോകുന്നതിനുള്ള വളണ്ടിയർ വിങ്ങാണ് എനിക്ക് തൊട്ട് മുമ്പിലുള്ളത്. നൂറുകണക്കിന് ഹാജിമ്മമാർക്ക് പരസഹായമില്ലാതെ പോകാൻ കഴിയാതെ വന്നപ്പോ KMCC-യുടെ വളണ്ടിയർമാർ അത് ഏറ്റെടുക്കുകയും വീൽ ചെയറിലിരുത്തി അവർ ജംറയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഹജ്ജിന്റെ പുണ്യകർമ്മങ്ങൾ തുടങ്ങിയത് മുതൽ മീനയിലും അറഫയിലും മുസ്ദലിഫയിലും KMCC-യുടെ വളണ്ടിയർമാർ വളരെ ജാഗ്രതയോടുകൂടി സേവന പ്രവർത്തനം നടത്തുകയായിരുന്നു. ഇനി ഹജ്ജിന്റെ അവസാന ദിവസമാണ് ഇന്നത്തെ കല്ലെറിയോടുകൂടി മുഴുവൻ ഹാജിമാരും അസർ നമസ്കാരത്തോടനുബന്ധിച്ച് മീന താഴ്വാരത്തോട് വിട പറയും. ഇനിയുള്ള ദിവസങ്ങളിൽ ഹാജിമാർ താമസ സ്ഥലത്ത് ചെലവഴിക്കുമ്പോൾ ഹാജിമാർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി KMCC ഞങ്ങൾ ആദ്യമേ പറഞ്ഞിരുന്നു. ആദ്യത്തെ ഇന്ത്യൻ ഹാജിയും വിശുദ്ധ ഭൂമിയിലെത്തിയത് മുതൽ അവസാനത്തെ ഹാജിയും വിശുദ്ധ ഭൂമിയോട് വിട പറയുന്നത് വരെ KMCC-യുടെ വളണ്ടിയർമാർ ജാഗ്രതയോടുകൂടി സേവന രംഗത്തുണ്ടാകും. അനർത്ഥമാക്കുന്ന രീതിയിലാണ് KMCC-യുടെ വളണ്ടിയർമാർ സേവന പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്.